ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാക്ക് വിത്ത് ടെക്റ്റിക്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ബണ്ടിറ്റിൻ്റെ 8 9 പോകുന്ന ചലഞ്ചാണ്, അതായത് 8ാമത്തെ ചലഞ്ചാണ്. അപ്പോൾ അതെങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടെ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ടെർമിക്സ് ഓപ്പൺ ചെയ്യുകയാണ്. ടെർമിക്സ് ഓപ്പൺ ചെയ്തു. പിന്നെ നമ്മുടെ സൈറ്റ്, അതായത് ബണ്ടിറ്റിൻ്റെ സൈറ്റ്. അപ്പം നമ്മൾ 8ാമത്തെ ലെവലിൽ എന്താണ് 8 to 9ാമത്തെ ലെവലിൽ എന്താണ് ഇരിക്കുന്നതെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ദ പാസ്വേഡ് ഫോർ ദ നെക്സ്റ്റ് ലെവൽ ഈസ് സോർട്ടഡ് ഇൻ ദ ഫയൽ data.txt ആൻഡ് ഈസ് ദ ഓൺലി ലൈൻ ഓഫ് ദ ടെസ്റ്റ് ദാറ്റ് ഒക്കേഴ്സ് ഓൺലി വൺസ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പാസ്വേഡ് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് എല്ലാം data.txt എന്ന് പറഞ്ഞ ഒരു ഫയലിലോട്ടാണ്. ഓൺലി വൺ ലൈൻ, അതായത് ഈ ഒരു ലൈനകത്ത് ഒരിക്കൽ മാത്രം ഉപയോഗിക്കുന്ന വാക്കാണ് എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. അതിനകത്ത് യൂസ് ചെയ്യാനുള്ള കുറച്ച് കമാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് സോർട്ട്, യുണീക്ക്, സ്ട്രിങ്, base64, tr, tar, gc4 അങ്ങനെ കുറച്ച് കമാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ഈ കമാൻഡ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് അടുത്ത ലെവലായിട്ടുള്ള 9 കയറാൻ പറ്റുന്നത്. അപ്പം 8ാമത്തെ ലെവലിലെ പാസ്വേഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇത്. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മുടെ വെബ്സൈറ്റിലോട്ട് കയറണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇതാണ്. ബണ്ടിറ്റ് 0 ഈ ഒരു സൈറ്റ് ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കുന്നു. bandit.org കോപ്പി ചെയ്തെടുക്കുകയാണ്. കോപ്പി ചെയ്തെടുത്തതിന് ശേഷം പലരും പറയാറുണ്ട്, എന്താണ് ഫസ്റ്റ് SSH നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം പാക്കേജ് ഇൻസ്റ്റാൾ ഓപ്പൺ, ഇതിങ്ങനെ കൊടുക്കുമ്പം തന്നെ ആ ഒരു പ്രോഗ്രാമും കാര്യങ്ങളും ഇൻസ്റ്റാൾ ആവും. പിന്നെയാണ് അങ്ങോട്ട് SSH യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ പുതിയൊരു ടാബ് എടുത്തതിന് ശേഷം ഇങ്ങോട്ട് ഫ്രഷ് ആയിട്ട് ചെയ്യാൻ പോവാണ്. SSH അടിച്ച് ലോഗിൻ ചെയ്യാൻ പോകുന്നു. അപ്പം 8ാമത്തെ ലെവലാണ്. അപ്പം bandit 8 8ാമത്തെ യൂസർ അപ്പം പറഞ്ഞു കൊടുത്തു. അതിന് അറ്റ് കൊടുത്തതിന് ശേഷം ആ ഒരു വെബ്സൈറ്റ് ഇവിടെ കൊടുക്കുന്നു. അത് കഴിഞ്ഞ ശേഷം -PA പോർട്ട് നമ്പർ, അതായത് 2220 എന്നൊരു പോർട്ടുണ്ട്. ആ പോർട്ട് യൂസ് ചെയ്യുമ്പോഴാണ് ആക്സസ് ചെയ്യുന്നത്. ആ ഒരു പോർട്ടാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത്, 2220. നമ്മൾ ആദ്യം ഇവിടെ ടൈപ്പ് ചെയ്തു, എൻ്റർ അടിക്കുന്നു. എൻ്റർ അടിക്കുമ്പം കഴിഞ്ഞ ലെവലത്തെ പാസ്വേഡ് ഉണ്ടെങ്കിൽ 8ാമത്തെ ലെവലിലോട്ടുള്ള കയറാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ ലെവലിൻ്റെ പാസ്വേഡ് നമ്മളിവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ LS അടിച്ചതിന് ശേഷം pass.txt എന്ന് നടക്കുന്നുണ്ടോ, അപ്പോൾ അത് കോപ്പി ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ക്യാറ്റ് എന്ന് പറഞ്ഞ കമാൻഡ് കൊടുക്കുന്നു. അതിനകത്ത് കിടക്കുന്ന പാസ്വേഡ് റീഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം ഇത് സേവ് ചെയ്ത് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇത് വന്നത്. അപ്പം കഴിഞ്ഞ ലെവലിൽ കിട്ടിയ പാസ്വേഡ് കോപ്പി ചെയ്യുകയാണ്. ഇങ്ങോട്ട് കോപ്പി ചെയ്തെടുത്ത് അടുത്ത ലെവലിലോട്ട് 8ാമത്തെ ലെവലിലോട്ട് പ്രവേശിക്കാനുള്ളതിന് കൊടുക്കുകയാണ്. അപ്പോൾ 8ാമത്തെ ലെവലിലോട്ട് നമ്മൾ കയറി വന്നു. ഇനി നമ്മളവിടുന്ന് LS അടിക്കുന്നു, എന്തൊക്കെയാണ് അതിനകത്തുള്ളത് എന്നറിയാൻ വേണ്ടി. അപ്പോൾ data.txt എന്ന് പറഞ്ഞ ഫയൽ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുവാണ്. ക്യാറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു, data.txt എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അപ്പോൾ എൻ്റർ അടിക്കുന്നു. അപ്പം ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട്, പാസ്വേഡ്സ് കിടപ്പുണ്ട്. ഇതിലേത് പാസ്വേഡ്സ് ആണ് നമുക്കറിയില്ല. അപ്പോൾ എത്ര പാസ്വേഡ്സ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി LS മൈനസ്, അതായത് എത്ര ഇത് വരുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി L കൊടുക്കുന്നു. LS - L കൊടുക്കുമ്പം എത്ര കോമ്പിനേഷൻസ് ഉണ്ട്. അപ്പോൾ 36 കോമ്പിനേഷൻസ് ഓഫ് പാസ്വേഡ്സ് ഇതിനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയും കിട്ടി. പിന്നെ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിനെ വീണ്ടും സോർട്ട് ചെയ്തെടുക്കണം. ഇതിനകത്തുനിന്ന് സോർട്ട് ചെയ്യാനുള്ള കമാൻഡ്. അപ്പം ക്യാറ്റ് എന്ന് പറഞ്ഞ കമാൻഡ് കൊടുക്കുകയാണ്. റീഡ് ചെയ്യാൻ വേണ്ടിയുള്ള data.txt കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം ഒരു സ്പേസ് ഇട്ടതിന് ശേഷം പൈപ്പ് സിമ്പിൾ കൊടുക്കുന്നു. പൈപ്പ് സിമ്പിൾ എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിലധികം കമാൻഡ്സും കാര്യങ്ങളും എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ സോർട്ട് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. സോർട്ട് എന്ന് പറഞ്ഞ് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് എൻ്റർ ചെയ്യുന്നു. അപ്പം Aയിലുള്ള പാസ്വേഡ്സ് എല്ലാം ഒരറ്റത്ത്, Z തുടങ്ങുന്ന പാസ്വേഡ്സ് എല്ലാം ഒരറ്റത്ത്, അങ്ങനെ Y തുടങ്ങുന്ന പാസ്വേഡ് എല്ലാം ഒരറ്റത്ത്, അങ്ങനെ പോകുമ്പോൾ സോർട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അവിടെ പറയുന്നുണ്ട് യുണീക്ക് എന്ന് പറഞ്ഞ ഒരിതാണ് ഇവിടെ പറയുന്നുണ്ട്. അപ്പം യുണീക്ക് എന്ന് പറഞ്ഞ ഓപ്പറേറ്റേഴ്സ് നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി വീണ്ടും നമ്മൾ LS അടിക്കുന്നു.
data.txt വീണ്ടും ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു, ക്യാറ്റ് വീണ്ടും കൊടുക്കുന്നു, ക്യാറ്റ് വീണ്ടും കൊടുത്തതിന് ശേഷം സ്പേസ് ഇടാനായിട്ട് data.txt വീണ്ടും പൈപ്പ് സിമ്പിൾ യൂസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് വീണ്ടും സോക്ട് എന്ന് തന്നെ കമാൻഡ് കൊടുക്കുന്നു. കാരണം ഇപ്പോൾ സോക്റ്റായിട്ട് വന്നു, പിന്നെ നമുക്ക് പാസ്വേഡ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അവിടെ യുണീക്ക് എന്ന് തന്നെ കമാൻഡ് കൊടുക്കുന്നു. അപ്പോഴും ഒന്നും സംഭവിക്കത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യുണീക്ക് എന്ന കമാൻഡ് മാത്രമായിട്ട് കൊടുത്തിട്ട് കാര്യമില്ല. അതിനകത്തൊരു ഇപ്പോൾ യുണീക്കായിട്ടുള്ള എല്ലാം കൂടെ വന്ന് കോപ്പി ആയിട്ടുണ്ട് യുണീക്ക് എന്ന് പറഞ്ഞ കമാൻഡ് കൊടുക്കുമ്പോൾ. അപ്പോൾ ഇതിനകത്തൊരു ഫ്ലാഗ് ഒളിച്ചിരിപ്പുണ്ട്, ഫസ്റ്റിനകത്ത് പറയുന്നതിനകത്തൊരു ഫ്ലാഗ് ഒളിച്ചിരിപ്പുണ്ട്. അപ്പോൾ അവിടെ -u കൂടെ കൊടുക്കുമ്പം നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു ഇത് വരും, കറക്റ്റായിട്ടുള്ള ഒറിജിനൽ പാസ്വേഡ്സ് നമുക്ക് കിട്ടും. ഇതിപ്പം സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ യൂണീക്കായിട്ടുള്ള കേസ് എല്ലാം കൂടെ സ്റ്റോക്ടാക്കി വെച്ചേക്കുന്നതുകൊണ്ട് കിട്ടി, അത്ര മാത്രമേ ഉള്ളൂ. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും LS അടിച്ചതിന് ശേഷം ക്യാറ്റ് ഒറിജിനൽ പാസ്വേഡ് ഇനിയാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ക്യാറ്റ് data.txt എന്നുള്ളത് കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഒരു പൈപ്പ് സിമ്പിൾ യൂസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ ശേഷം സോക്ട് എന്ന് പറഞ്ഞ കമാൻഡ് കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും ഒരു പൈപ്പ് സിമ്പിൾ കൊടുക്കുന്നു. അവിടെ യുണീക്ക് എന്ന് പറഞ്ഞ കീവേഡ് കൊടുക്കുന്നു. യുണീക്ക് -u എന്ന് എൻ്റർ അടിക്കുമ്പോൾ ആ ഒരു പാസ്വേഡ് ഇവിടെ കിട്ടിയിരിക്കണം. അടുത്ത ലെവലിലോട്ട് പോകാനുള്ള പാസ് ഇവിടെ കിട്ടി. അടുത്ത ലെവലിലോട്ട് പോകാനുള്ള പാസ് ഇവിടെ കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ ഇവിടെ നിന്ന് എക്സിറ്റ് ആവുന്നു. അതിനുശേഷം ഇത് സേവ് ചെയ്ത് വെക്കണ്ടേ. അപ്പോൾ എക്സിറ്റ് ആയതിനു ശേഷം LS അടിക്കുന്നു. എന്നിട്ട് ഇവിടെ nano.password.txt. അപ്പം നമ്മൾ ഈ ഒരു കോപ്പി ചെയ്യേണ്ടത് nano password.txt. അപ്പോഴത്തേക്ക് കോപ്പി ചെയ്യാൻ പറ്റിയില്ലല്ലോ. അത് കുഴപ്പമില്ല. Ctrl+X അടിച്ചതിന് ശേഷം ആ ഒരു പാസ്വേഡ് നൈസായിട്ട് കോപ്പി ചെയ്തെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഒന്നുകൂടെ സ്പെല്ലിംഗ് അടിക്കേണ്ടി വരും. nano pass.txt. ഇനി നമ്മൾ തൊട്ട് താഴോട്ട് ആരോ എടുക്കുന്നു. എന്നിട്ട് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, പേസ്റ്റ് കൊടുക്കുന്നു. 9ാമത്തെ ലെവലിലോട്ട് പോകാനുള്ള പാസ്സാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ടെലിഗ്രാമിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്കും കൂടി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക.